ഹലോ ഗൈസ്, സുഖമാണോ? എൻ്റെ പേര് ആര്യനന്ദൻ. ഞാൻ കുവൈറ്റിൽ KG ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ എത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കഴിഞ്ഞു. ഇവിടെ വന്ന പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു മാസത്തോളം ഒരു ജോലിയും ഇല്ലാതെ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിപ്പ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ യുദ്ധം തന്നെ. യുദ്ധം ഇവിടെ നടക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ക്ലാസ് ഒന്നുമില്ല. അതുകൊണ്ട് ജോലിയും കൂലിയും ഇല്ലാതെ നമ്മളെല്ലാവരും കൂടെ റൂമിനകത്ത് അടച്ചു പൂട്ടിയിരിപ്പാണ്. ജോലിയുമില്ല, പൈസയില്ല, വല്ലാത്തൊരവസ്ഥ. അപ്പം നമ്മുടെ യുദ്ധകാലത്ത് ഓരോ ദിവസം എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സും സ്കൂളും ഒക്കെ കാണിക്കാൻ ഓർത്തു. പക്ഷെ ഭയങ്കര മഴയായിരുന്നു പുറത്ത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മന്തായി ഈ റൂട്ടൊക്കെ ഒന്ന് വന്നിട്ട്. ഇപ്പം ഇതായിരുന്നു എൻ്റെ ക്ലാസ് റൂം. ക്ലാസ് ഉള്ള ടൈമിൽ ഞാൻ ആരും തന്നെ വലിയ മൈൻഡ് ആക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എല്ലാവരും തന്നെ മിസ് ചെയ്യും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ക്ലാസ്സിലെ ടീച്ചർമാരുടെ അഭിപ്രായത്തിൽ എൻ്റെ ക്ലാസ് ആയിരുന്നു ഏറ്റവും നല്ലൊരു ക്ലാസ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ ജീവനോടെ തന്നെ ഉണ്ടോ എന്ന് തന്നെ പല തവണ നമ്മൾ ഓർത്തു. എവിടെ നിന്നൊക്കെയാണ് അടി കിട്ടുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ പൊക്കി പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെ കാണിക്കാതെ പോകുന്ന മോശമല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ. ആൻഡ് അവിടെ നിന്ന് പോരുമ്പോൾ ഇതാണ് നമ്മുടെ ആർട്ട് റൂം. സോ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളേഴ്സായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ആൻഡ് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് അവിടെ നിന്ന് പോരുമ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിലെ തന്നെ ഞങ്ങളെല്ലാവരും ഹൈഡ് ചെയ്യുന്ന സ്ഥലം. കാരണം ഇവിടെ ഒരു ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഫ്രീ ആകുമ്പോൾ ഇവിടെ വന്നങ്ങ് ഇരിപ്പാണ്. പിന്നെ നമ്മളിത് ഔട്ട് സൈഡിൽ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇതിലെ കൂടെ ഒക്കെ ചുമ്മാ നടക്കുമായിരുന്നു. ഞാനൊരു സ്വിങ് കയറിയിട്ട് ഇങ്ങനെ ആടുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഈ കാണുന്നതൊക്കെ ഇല്ലേ, ഇതെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ കഷ്ടപ്പെട്ടിരുന്ന് വരച്ചെടുത്താണ്. ഇതുപോലെ ഇതിനപ്പുറം വേറെ കുറേ സാധനങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ മാഡത്തിൻ്റെ ഒരു ഗാർഡനാണ്. കാശ് കൊടുത്ത് വളർത്തിയ പുല്ലുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പിള്ളേർ തന്നെ കൊണ്ടുവന്ന ചെടികളാണ്. അപ്പോൾ അവരെ കൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ നട്ടുവെപ്പിച്ചു. ഇപ്പോൾ ആണ്ട് എല്ലാത്തിലും ഒരുപാട് പൂക്കളുണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ ഈ സ്റ്റൗവിൻ്റെ ഇടയിൽ എല്ലാം കൊണ്ട് ചെടികളൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്ക് ടു മൈ റൂം. ഞാനൊരു സൂപ്പർ കോഫി ഉണ്ടാക്കി. അതുപോലെ ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ വെതർ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോഴേ വീട്ടിൽ പോകാൻ തോന്നി. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ബാക്ക് ടു മൈ വർക്ക്. ഇന്ന് വെൻസ്ഡേ ആണ്. ഇന്ന് ഞാനാണ് കുക്കിംഗ്. നമ്മുടെ ഈ മാസത്തെ അവസാനത്തെ ലക്ഷറി ഫുഡാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതങ്ങനെ പറയാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ യുദ്ധം കാരണം നമുക്ക് ജോലിയുമില്ല, കൂലിയുമില്ല, ഒന്നുമില്ല. നമ്മുടെ എല്ലാവരുടെ കയ്യിൽ കുറച്ച് സേവിങ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മൈദപ്പൊടി തീർന്നിരിക്കുകയാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ബീഫ്. ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിത് ബീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ബീഫ്. അതും ഇന്ന് ഞാൻ കറി വെച്ച് കുളവാക്കി. എൻ്റെ ഒരു അവസ്ഥയാണെന്ന് നോക്കിക്കേ. നാട്ടിലൊന്നും സ്ഥലം ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ കുവൈറ്റ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഞാൻ എൻ്റെ വീടും നാടും എല്ലാം മിസ് ചെയ്തു. അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. പുതിയൊരു ഐലാഷ് പാലറ്റ്. ഇത്തിരി പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ക്ഷീണം കാരണം നമ്മൾ കയറി കിടന്നപ്പോഴാ വീണ്ടും മഴ കണ്ടുകൊണ്ട് ഡയറി മിൽക്ക് തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് മഴയത്തിറങ്ങാൻ വേണ്ടി രണ്ടുപേരും ഗെറ്റ് റെഡി ചെയ്യുന്നത്. വേറൊരാൾ മഴ കണ്ടതേ പുതച്ചു മൂടി കിടക്കാനും തുടങ്ങി. അങ്ങനെ ഡയറി മിൽക്ക് തിന്ന സുഖമായിട്ട് അവരുടെ കുളിസീനും കണ്ട് അവിടെ ഇരിപ്പായി. അവരിറങ്ങുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു മോഹം. അങ്ങനെ ഞങ്ങളും ഗെറ്റ് റെഡി ചെയ്തു മഴയത്തിറങ്ങി. പിന്നെ ഗെറ്റ് റെഡി ചെയ്ത് വേറെ ഒന്നുമില്ല, നമ്മൾ മഴയത്തൊരു റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റീൽസിന്റെ ചെറിയ പോർഷൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മഴ തീരുന്നതിന് മുമ്പ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയത് മനസ്സിൽ തോന്നിയ ഒരു പാട്ടെടുത്തിട്ടു. പക്ഷെ നമുക്ക് സ്റ്റെപ്പ് അറിയത്തില്ലായിരുന്നു. പിന്നെ പറ്റുന്ന 2-3 സ്റ്റെപ്പ് എടുത്തിട്ട് വീഡിയോ ഫിനിഷാക്കി. കിട്ടിയ ഒരു വീഡിയോ ഇങ്ങനെയും. പറ്റുന്ന 2-3 സ്റ്റെപ്പൊക്കെ എങ്ങനെയൊക്കെ കളിച്ച് വന്നപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല രീതിയിൽ നമ്മൾ പേടിച്ചു പോയെങ്കിൽ അത് നമ്മൾ പുറത്ത് കാണിച്ചില്ല. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ റീൽസ് കളിച്ചില്ലല്ലോ എന്ന്. ഒരെണ്ണം കുളമായി, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് വേറെ ഒന്നും കൂടി എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരുങ്ങി. അപ്പോൾ ഈ റീൽസ് നമ്മൾ പുറത്തല്ല കളിക്കും, നമ്മുടെ റൂമിൻ്റെ അകത്ത് തന്നെയാണ്. പിന്നെ നമ്മുടെ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് തുടങ്ങി. ഈ വരുന്നതാണ് ഞാൻ. ഇപ്പം കയറി വന്നതാണ് അർച്ചന. അപ്പോൾ ഞങ്ങൾ രണ്ടൊരു 5ാം ക്ലാസ് തൊട്ട് ഒരുമിച്ചായിരുന്നു. പഠിച്ചതും ഒരുമിച്ച്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നതും ഒരുമിച്ചാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെട്ടില്ലേ, ഇനി ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്താം. ഇത് നെഞ്ചുവേദനയായിട്ട് തിരുമുന്നൊന്നുമല്ല, ഞങ്ങളൊരു റീൽസ് എടുക്കാൻ നോക്കിയതാണ്. 2 ദിവസം ഇതിൻ്റെ പുറകെയായിരുന്നു. ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച സാധനമാണിത്. പക്ഷെ പാവമുണ്ട്, ഞാൻ പറയുന്നതെല്ലാം കേൾക്കും. ആൻഡ് ഫൈനലി ഞങ്ങളും ആ റീൽസ് എടുത്തു. Hey boy, make 'em whistle like a missile. സത്യം പറഞ്ഞ ഇവന് ഇതൊന്നും ചെയ്യുന്നത് തീരെ ഇഷ്ടമില്ല. പക്ഷെ എന്നെ സഹിക്കണമല്ലോ എന്നോർത്താണ് ഈ പാവം എല്ലാം ചെയ്തു തരുന്നത്. എന്നെ വിഷമിപ്പിക്കുന്നതൊന്നും തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അങ്ങ് നിന്ന് തരും. ആക്ച്വലി ഞങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. അവൻ ദുബായിലും ഞാൻ കുവൈറ്റിലും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ റൂമിൻ്റെ വിൻഡോ സൈഡിൽ കണ്ടൊരു കാഴ്ചയായിരുന്നു, ഒരു പ്രാവിൻ്റെ മുട്ട. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ളും മഴയായിരുന്നു. കുറച്ച് മുമ്പേ ആ ഒരു സൈഡിലായിട്ടൊരു തീ പോലെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി നമ്മുടെ റൂമൊന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്യണം. കാരണം ഈ മഴ അടിക്കുന്നതുകൊണ്ട് ഈ ജനലിൻ്റെ അതിൽ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ചീറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ വേറൊരു കോർണറിലോട്ടേക്ക് മാറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങി. എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ റൂമിൽ തന്നെ ഇരുന്നിരുന്ന് മടുത്ത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ടെറസിനെല്ലാം കൂടെയൊക്കെ നടക്കും. ഇവിടെ ആകെ മൊത്തം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ടേക്ക് എത്തിയപ്പോൾ എല്ലാവരും കൂടെ ഒരു മാഗി കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു ലാസ്റ്റ് പാക്കറ്റ്. ഞങ്ങൾ 5 പേർക്ക് ഒറ്റ ഒരു മാഗി. പിന്നെ എന്തായാലും രാത്രി നന്നായിട്ട് വിശക്കും. അതുകൊണ്ട് ഞങ്ങൾ വെള്ളമൊക്കെ നന്നായിട്ട് നിറച്ചതൊക്കെ കുടിക്കാൻ ഓർത്തു. അപ്പോൾ ഞങ്ങളുടെ ഈ യുദ്ധകാലത്ത് ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഓരോ ദിവസവും നമ്മൾ നിൽക്കുന്നത്. വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇതുപോലത്തെ ഓരോ കോപ്രായങ്ങൾ ഓരോ ദിവസവും കാണിക്കുന്നത്. ആദ്യമൊക്കെ കോപ്രായം കാണിക്കാൻ ഞങ്ങൾ 2 പേരും ഉള്ളായിരുന്നെങ്കിലും ഇപ്പം അതാ റൂമിലുള്ള എല്ലാവരും അങ്ങ് ഇറങ്ങി. കാരണം നമ്മൾ എത്ര നാളെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇരിപ്പ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ റീൽസ് എടുത്ത് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ കളിച്ച് പഠിച്ച് അങ്ങ് എടുത്തിടും. അത്രയ്ക്കും പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഞങ്ങൾ അങ്ങ് എടുത്തിടും. ഇപ്പോൾ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു രസമായിരിക്കും. എന്തായാലും വെറുതെ ഇരിക്കുമായതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പേപ്പർ ബോട്ട് അങ്ങ് ഉണ്ടാക്കി. പിന്നെ ടെറസിൻ്റെ ഒരു കോർണറിൽ കുറച്ച് വെള്ളം കിടക്കുന്നത് കണ്ട് അപ്പോൾ അത് അങ്ങോട്ടേക്ക് അങ്ങ് ഒഴുക്കി വിട്ടു. എന്നിട്ട് അത് നോക്കി അവിടെ 10-15 മിനിറ്റ് അവിടെ ഇരുന്നു. ഇനി അടുത്തത് ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ അവിടെ ഇരിക്കുവാണ് നമ്മളെല്ലാവരും. അങ്ങനെ നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 മാസമായിട്ട് ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ യുദ്ധകാലത്തെ ലൈഫ് സ്റ്റൈൽസാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ കാണാം.